ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മുരിങ്ങയിലും പരിപ്പും കൂടിയിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള മുരിങ്ങയില നന്നാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങയിലൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ദിവസം എന്തെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ കറിയാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പരിപ്പ് ഇതാ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. മുരിങ്ങയിലൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തിയ അത്രയ്ക്കും ഗുണമുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ പറമ്പിൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ദിവസം ഓരോ പിടിയെങ്കിലും നമ്മൾ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തോരനോ അല്ലെങ്കിൽ ഇതുപോലെ കറി എന്തെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ള ഒരു മുറി തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ. ഇതും അരച്ച് വയ്ക്കണം, ഇതിലൊഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ആദ്യം. എന്നിട്ട് ഈ കുക്കറിൽ വേവിച്ച് വെച്ചാണ് പരിപ്പ് ഇതിലേക്ക് ആദ്യം ഒഴിക്കാം. പരിപ്പ് തന്നെ വേവിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഉപ്പോ ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ, പരിപ്പ് തന്നെ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അതെല്ലാം ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ആദ്യം. ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഇനി നന്നാക്കി വെച്ചാണ് മുരിങ്ങയുടെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഒരു കറിയാണ് കേട്ടോ അത്. മുരിങ്ങയിലാണെങ്കിൽ വേവാൻ അധികം സമയം വേണ്ട. അപ്പോൾ ഇത് മുരിങ്ങയില ഇതിലിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് മുരിങ്ങയില വേവാനായിട്ട് ഒരു 4-5 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങയില. ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചേക്കണത് ഇതിലൊഴിക്കണം. തേങ്ങയും ജീരകവും കേട്ടോ. മിക്സിയുടെ ജാറ് ഒന്നും കൂടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം അതിൽ ഒഴിച്ച് ഒന്ന് ഇളക്കി വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം അത് കിടന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ തിളക്കിയിട്ടുണ്ട് നന്നായിട്ട്. കറിയായിട്ട് കൂട്ടാനാണ് കേട്ടോ, അല്ലാണ്ട് തോരനായിട്ടല്ല. അപ്പോൾ ഇനി ഇതിൽ വറുത്തിടാനുള്ള കടുക്, ഉലുവ, മുളക്, കറിവേപ്പില അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ, കൂടുതൽ വേണ്ട. അപ്പോൾ അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അതൊക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. അപ്പോൾ പരിപ്പും മുരിങ്ങയിലും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാം കേട്ടോ.